പത്തനംതിട്ട കോന്നിയിൽ കാട്ടാന 8 വനംവകുപ്പ് ജീവനക്കാർക്ക് നേരെ പാഞ്ഞെടുത്തു. ആക്രമണത്തിൽ ജീവനക്കാർക്ക് പരുക്കേറ്റു. പത്തനംതിട്ട കോന്നിയിലെ കുമരംപേരൂർ വയക്കര വനമേഖലയിലായിരുന്നു സംഭവം. വിശദാംശങ്ങളുമായി സുജു ടി ബാബു പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നുണ്ട്. സുജു, ഈ പരിക്കേറ്റ വനപാലകരുടെ അവസ്ഥ എന്താണ്? കാട്ടാന ജനവാസ മേഖലയിലേക്ക് വന്നതാണോ? എന്താണ് സംഭവം? വിനുഷ, ഈ കോന്നിയിലെ വിവിധ മേഖലകളിൽ കാട്ടാന ശല്യം രൂക്ഷമാണ്. ഈ ഘട്ടത്തിലാണ് കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ കഴിഞ്ഞ മാസം പത്തനംതിട്ട കളക്ടറേറ്റിൽ കോന്നി എം എൽ എ KU ജിനീഷ് കുമാറിൻ്റെ നിർദ്ദേശപ്രകാരം കളക്ടർ മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയും അതിലെടുത്ത തീരുമാനമാണ് ഈ കാട്ടാനകളെ ജനവാസ മേഖലയിൽ നിന്ന് കാട്ടിലേക്ക് തുരുത്താനുള്ള നടപടി. പലപ്പോഴും കാട്ടാനകൾ ജനവാസ മേഖലയിലെത്തുകയും കൃഷിയൊക്കെ നശിപ്പിക്കുന്ന പതിവാണ്. പല ആളുകൾക്ക് നേരെയും വന്യജീവി ആക്രമണവും പതിവാണ്. ഈ ഘട്ടത്തിലാണ് കാട്ടാനകളെ ഈ ജനവാസ മേഖലയിൽ എത്തുകയും പല കാട്ടാനകളും പകൽ നേരങ്ങളിൽ പോലും ഇവിടെ പതുങ്ങിയിരിക്കുന്ന ഒരു കാര്യം പതിവാകുന്ന ഒരു സന്ദർഭം കൂടിയുണ്ട്. ഇത്തരം ഘട്ടത്തിലാണ് കോന്നി റേഞ്ചിലെ വിവിധ ഫോറസ്റ്റുകൾ ഏതാണ്ട് ഫോറസ്റ്റ് ഓഫീസ് സ്റ്റേഷനിലെ 64 ജീവനക്കാർ ദൗത്യത്തിൽ പങ്കെടുക്കുകയും ഈ കാട്ടാനകളെ കാട്ടിലേക്ക് തിരികെ തുരുത്താനുള്ള ദൗത്യത്തിനിടെയാണ് ജീവനക്കാർക്ക് പരിക്കേറ്റിരിക്കുന്ന 8 പേർക്ക്. അവരുടെ പരിക്ക് ഗുരുതരമല്ല. സംഭവം ഇങ്ങനെയാണ്. ഈ രാവിലെ ആരംഭിക്കുന്ന ഈ ഒരു ഓപ്പറേഷൻ എന്ന് തന്നെ പറയാം. അത്തരമൊരു പ്രവർത്തനത്തിൽ ആ ദൗത്യം ആരംഭിക്കുകയും കുമരംപേരൂർ വയക്കര വനമേഖലയിലാണ് ഇന്നത്തെ ദൗത്യമായിരുന്നു. ഈ ഘട്ടത്തിൽ ആനയെ കാട്ടിലേക്ക് തുരുത്തുന്നിടയ്ക്ക് ഒരു കാട്ടാന തിരികെ ഈ വനപാലകർക്ക് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. ഈ സമയമാണ് ഇവർ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനിടെയാണ് ഇവർക്ക് പരിക്ക് പറ്റിയിരിക്കുന്നത്. ഭാഗ്യത്തിന് ആരുടെയും പരിക്ക് ഗുരുതരമല്ല. മറ്റ് അപകടങ്ങളിൽ കാര്യങ്ങൾ കടന്നില്ല. എന്തായാലും ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്ന വനപാലകർ അവരുടെ ജീവൻ പണയം വെച്ചുകൂടി തന്നെയാണ് ഇത്തരമൊരു ദൗത്യത്തിലേക്ക് ഏർപ്പെടുന്നത്. കാരണം നമുക്കറിയാം, വന്യജീവി ശല്യം രൂക്ഷമാകുന്നു. അതിൻ്റെ കാരണങ്ങളും വ്യക്തമാണ്. ഇതിനെ തുരത്താൻ മറ്റു മാർഗങ്ങളിലേക്ക് സംസ്ഥാന സർക്കാരിന് കടക്കാൻ സാധ്യമല്ല. കാരണം കേന്ദ്ര വന്യജീവി നിയമപ്രകാരം ഇത്തരത്തിലെ ചില മാർഗങ്ങളാണ് സംസ്ഥാന സർക്കാരിൻ്റെ മുമ്പിലേക്ക് എത്തുന്നത്. രാത്രി കാലങ്ങളിൽ എത്തുന്ന ഈ കാട്ടാനകൾ പലപ്പോഴും കൈതത്തോട്ടം ഉൾപ്പെടെയുള്ള മേഖലയിലേക്ക് എത്തുന്ന കാട്ടങ്ങൾ പിന്നീട് പലപ്പോഴും പിൻവാങ്ങാൻ മടിക്കുന്ന കാര്യമുണ്ട്. അതുകൊണ്ടാണ് ഈ കാട്ടാനകളെ ഉൾവനത്തിലേക്ക് തുരത്തുക എന്ന ലക്ഷ്യം വനംവകുപ്പ് വെക്കുന്നത്. അത്തരം ദൗത്യത്തിനിടെയാണ് ഇപ്പോൾ ഇത്തരമൊരു അപകടമുണ്ടായിരിക്കുന്നത്. മിനീഷ.